പൊതിച്ചോറ് ഇഷ്ടപ്പെടാത്ത മലയാളികൾ അധികം ഉണ്ടാവില്ല. നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമാണ് ആ പൊതിച്ചോറിനെ പറ്റിയുള്ള ഓർമ്മകളും. അങ്ങനെ ഞാൻ ഓഫീസിൽ നിന്ന് ഒരു ദിവസം തിരിച്ചു വന്നപ്പോൾ ഉച്ചയ്ക്ക് ഊണ് കൊണ്ടുപോയ പാത്രം തിരിച്ചു കൊണ്ടുവരാൻ മറന്നുപോയി. അതിന്റെ ഒരു നീരസത്തിലാണെങ്കിലും എനിക്ക് ഇന്ന് പൊതിച്ചോറ് തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനൊരു വീഡിയോയും കൂടി എടുക്കാമെന്ന് പറഞ്ഞപ്പോൾ അമ്മയ്ക്ക് നല്ല സന്തോഷമായി. അച്ഛൻ രാവിലെ തന്നെ പോയി ഇല വെട്ടിക്കൊണ്ടുവന്ന് അതൊന്ന് വാട്ടി അതിലേക്ക് നല്ല ചൂട് കുത്തിരി ചോറും ക്യാബേജ് തോരനും തക്കാളിയും സവാളയും വഴറ്റിയതും രാവിലത്തെ പുട്ടിനുണ്ടാക്കിയ കടലക്കറിയും ഒരു നെല്ലിക്ക അച്ചാറും പിന്നെ വീഡിയോ എടുക്കേണ്ടെന്ന് പറഞ്ഞപ്പോൾ അമ്മ ബോണസായിട്ട് ഒരു ഓംലേറ്റ് ഉണ്ടാക്കി തന്നു. അങ്ങനെ ആ ഇലയിൽ എല്ലാം നിറച്ച് ആ പൊതി കെട്ടിയപ്പോൾ തന്നെ ഉച്ചയ്ക്ക് ഊണ് കഴിക്കണം ഓർത്തിട്ട് എനിക്ക് കൊതിയായിട്ട് പാടില്ലായിരുന്നു. അങ്ങനെ ഊണ് കഴിക്കുന്ന സമയം ഒരുവിധം എത്തിച്ച് കൂട്ടുകാരെയും വിളിച്ച് ഒരുമിച്ച് ഭക്ഷണം കഴിക്കാൻ പോയി. ആ ഇല തുറന്നു കഴിഞ്ഞപ്പോൾ വാട്ടിയ ഇലയുടെയും ആ ചോറിന്റെയും കറികളുടെയും മണം മൂക്കിലേക്ക് അടിച്ചിട്ട് കൊതി സഹിക്കാൻ പറ്റിയില്ല. അങ്ങനെ ഞാൻ ആ കടലയുടെ ഗ്രേവിയും കടലയും ഓംലേറ്റും പിന്നെ ക്യാബേജ് തോരനൊക്കെ കൂട്ടി കഴിച്ചു. പിന്നെ എല്ലാവരും ഒരുമിച്ച് കഴിക്കണോണ്ട് തന്നെ എൻ്റെ ഇലയിൽ ബാക്കിയുള്ള എല്ലാവരുടെയും കറികൾ വന്ന് നിറഞ്ഞു. അങ്ങനെ എല്ലാ കറികളും കൂട്ടി ആ ഉച്ചയ്ക്കുള്ള ഊണ് അടിപൊളിയായിരുന്നു. ഇലയിൽ ഊണ് കഴിക്കുന്നത് നമ്മുടെ മലയാളികൾക്ക് പണ്ടേ ഇഷ്ടമുള്ള കാര്യമാണ്. അങ്ങനെ ലാസ്റ്റ് ചോറ് തീരാറായി, കറികൾ അധികം തീർന്നില്ല. എല്ലാ കറികളും ചോറും കൂട്ടി ഒരു പിടുത്തം അങ്ങോട്ട് പിടിച്ചു. എല്ലാം കഴിച്ച് കഴിഞ്ഞപ്പോൾ വയറ് ഫുള്ള്. ആ ഊണിന്റെ രുചി നിങ്ങൾക്ക് ഈ ഇല കാണുമ്പോൾ മനസ്സിലായി കാണുമല്ലോ.